നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 14 ശനിയാഴ്ച. പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമിയകം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. ഹൃദയത്തോടെ ചേർത്ത് പിടിക്കാൻ ഇനി 7 ദിവസം മടുപ്പില്ലാത്ത വെള്ളിത്തിര കാഴ്ചകളുമായി ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രേമികളെ വരവേറ്റ് തലസ്ഥാന നഗരം. വെള്ളിയാഴ്ച വൈകിട്ട് നിശാഗന്ധി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൻ ജനാവലിയെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിച്ചു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ചടങ്ങിൽ നടി ശബാന ആസ്മി വിശിഷ്ട അതിഥിയായി. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് സമഗ്ര സംഭാവന പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു. 10 ലക്ഷം രൂപയും ശില്പവുമാണ് അവാർഡ്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ. അഭിനയ രംഗത്ത് 50 വർഷം തികയ്ക്കുന്ന ശബാന ആസ്മിയെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. പുഷ്പ 2 സിനിമാ പ്രദർശനത്തിനിടെ തിരക്കിലും തിക്കിലും യുവതി മരിച്ച സംഭവത്തിൽ തെലങ്കാന പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടൻ അല്ലു ജോർജിന് ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യം. 4 ആഴ്ചത്തേക്കാണ് ജാമ്യം. നേരത്തെ നമ്പള്ളി ജില്ലാ കോടതി അല്ലുവിനെ 14 ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. അറസ്റ്റ് തടയണമെന്ന ആവശ്യമടക്കം ജില്ലാ കോടതി തള്ളിയതോടെ അഭിഭാഷകർ തെലങ്കാന ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾ അടക്കം നേടി ഉന്നതിയിലേക്ക് കുതിക്കുന്ന സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കം വലിക്കാൻ ഗവർണർ സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റുകളെയും വിദ്യാർത്ഥി യൂണിയനുകളെയും പ്രവർത്തിക്കാൻ അനുവദിക്കാതെയാണ് ഈ നീക്കം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരികെ കയറ്റിയ RSSകാരായ വൈസ് ചാൻസലർമാർ മേലാളർമാരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഭരണ നിർവഹണവും നയപരവുമായ തീരുമാനങ്ങളും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യലും അടക്കം സുപ്രധാന ചുമതലയുള്ള സിൻഡിക്കേറ്റ് വെറും നോക്കുകുത്തികളായി മാറുന്ന അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ തൈവാനിൽ സമാന നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. തൈവാൻ പാർലമെന്റ് വെള്ളിയാഴ്ച സൈനിക നിയമവ്യവസ്ഥകൾ അവലോകനം ചെയ്യാൻ തുടങ്ങി. പ്രതിപക്ഷ പാർട്ടിയായ കുമിന്റാങ്ങിന്റെ ആവശ്യപ്രകാരമാണ് ഇത്. ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷമില്ല. അതിനാൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് വഴങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ വാലുള്ള ഗ്രഹത്തെ ഗവേഷകർ കണ്ടെത്തി. ഭൂമിയിൽ നിന്ന് 160 പ്രകാശവർഷം അകലെയാണ് ഈ വാലൻ ഗ്രഹം. നിമിഷം തോറും അന്തരീക്ഷം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഗ്രഹത്തിന് വാസ്പ് 69b എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന അന്തരീക്ഷത്തിലേക്ക് മാതൃനക്ഷത്രത്തിൽ നിന്നുള്ള അതിതീവ്ര നക്ഷത്രക്കാറ്റ് അടിക്കുന്നതും ചാർജുള്ള കണങ്ങളുടെ തുടർച്ചയായുള്ള പ്രവാഹവുമാണ് വാസ്പ് 69bയുടെ അന്തരീക്ഷ നഷ്ടത്തിന് കാരണം. കുഴൽമന്ദം ബ്ലോക്ക് റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോൺഗ്രസ് ഭരണസമിതി നടത്തിയ ക്രമക്കേടിൽ ബാങ്കിന് നഷ്ടമായ 4.82 കോടി രൂപ ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, താൽക്കാലിക ജീവനക്കാർ എന്നിവരിൽ നിന്ന് ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവിട്ടു. ഈടാക്കുന്ന തുക സൊസൈറ്റിയിലെ നിക്ഷേപകർക്ക് നൽകണമെന്നും ഉത്തരവിൽ ഉണ്ട്. റഷ്യൻ ആയുധ വിദഗ്ധനും പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അടുത്ത അനുയായിയുമായ മിഖെയിൽ ഷാറ്റ്സ്കി വെടിയേറ്റ് മരിച്ച നിലയിൽ. റഷ്യയ്ക്കായി മിസൈലുകൾ വികസിപ്പിക്കുന്ന മാർസ് ഡിസൈൻ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ജനറൽ ഡിസൈനറായ ഷാറ്റ്സ്കി ക്രെംലിന് 13 കിലോമീറ്റർ അകലെയുള്ള കുസ്മിൻസ്കി വനത്തിനുള്ളിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. വെടിയേറ്റ് വീണുകിടക്കുന്ന ഷാറ്റ്സ്കിയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് റെയിൽവേ നടപ്പാക്കിയ പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായി കണക്കുകൾ. 2020 ഒക്ടോബർ 17 ആരംഭിച്ച മേരി സഹേലി പദ്ധതി രാജ്യത്തുടനീളം നിലവിൽ 250 വനിതാ RPF ടീം മാത്രമാണ് ഉള്ളത്. ഈ ടീം പ്രതിദിനം 488 ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഏകദേശം 12,900 സ്ത്രീകൾക്ക് മാത്രമാണ് സുരക്ഷ നൽകുന്നത്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് സ്ത്രീകളാണ് രാജ്യത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. റോഡപകടങ്ങൾ സംഭവിക്കുന്നതല്ല, സംഭവിപ്പിക്കുന്നതാണെന്ന് ഹൈക്കോടതി. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം ശോകമയമാക്കും. അപകടമരണങ്ങൾ കേവലം കണക്കുകളല്ലെന്നും ആരുടെയെങ്കിലുമെല്ലാം ഉറ്റവരാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു.
തൃശൂർ നാട്ടികയിൽ ദേശീയപാത ബൈപ്പാസിനരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന 5 പേർ തടിലോറി പാഞ്ഞുകയറി മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ജാമ്യാപേക്ഷ തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ആഗോള റാങ്കിങ്ങിൽ വീണ്ടും തിളങ്ങി കേരളത്തിലെ സർവകലാശാലകൾ. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ഏഷ്യ 2025 കേരള സർവകലാശാലയ്ക്കും ടൈംസ് ആഗോള റാങ്കിങ്ങിൽ MG സർവകലാശാലയ്ക്കുമാണ് നേട്ടം. ഇന്ത്യയിലെ 5 കേന്ദ്ര സർവകലാശാലകളും മുന്നിലുണ്ട്. സ്വയംഭരണവും ജനാധിപത്യവും തകർത്ത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നടപടികൾ ഗവർണർ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിന്റെയും സ്വയംഭരണത്തിന്റെയും ഭാഗമായാണ് സർവകലാശാലകളിൽ സിൻഡിക്കേറ്റുകൾ രൂപീകരിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ വൈസ് ചാൻസലർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ കാവ്യ സംഘടനകളെ തള്ളി SFIയെയാണ് വിദ്യാർത്ഥികൾ വിജയിപ്പിച്ചത്. എന്നാൽ യൂണിയൻ പ്രവർത്തനം നടത്താൻ SFIയെ ഗവർണർ നിയോഗിച്ച VCമാർ സമ്മതിക്കുന്നില്ല. ഇന്ത്യയിലെ 100 മികച്ച കോളേജുകളിൽ 16 കേരളത്തിലാണ്. വിവിധ റാങ്കിങ്ങുകളിൽ സർവകലാശാലകൾ മുൻനിരയിലെത്തി. എന്നാൽ സ്വയംഭരണം ഇല്ലാതാക്കി സർവകലാശാലകളെ തകർക്കുന്ന സമീപനമാണ് ഗവർണറുടേത്. കോടതികളെ മറികടന്നാണ് VCമാരെ നിശ്ചയിച്ചിരിക്കുന്നത്. RSS പ്രവർത്തകരെ നിയമിച്ച് സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്താനാണ് ശ്രമിക്കുന്നത്. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ചയോടെ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട് ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. തുടർന്നുള്ള 48 മണിക്കൂറിൽ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതിന്റെ സ്വാധീനത്തിൽ ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമായേക്കും. ചൊവ്വാഴ്ച ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട അച്ചൻകോവിലിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. മുണ്ടക്കൈ ദുരന്തത്തിൽ 5 നയാ പൈസ അധികമായി അനുവദിക്കാത്ത കേന്ദ്ര BJP സർക്കാർ ദുരന്ത രക്ഷാപ്രവർത്തനത്തിന് അയച്ച ഹെലികോപ്റ്ററിന്റെ വാടക നിർബന്ധപൂർവ്വം തട്ടിപ്പറിച്ചു. കേന്ദ്രത്തിന്റെ ആവർത്തിച്ചുള്ള സമ്മർദ്ദത്തെ തുടർന്ന് വിവിധ കാലത്തുണ്ടായ ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേന ഹെലികോപ്റ്റർ വാടകയായ 132.61 കോടി രൂപ അടയ്ക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകുന്നു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ സംസ്ഥാനം മറ്റു മാർഗങ്ങൾ ആലോചിക്കുന്നതായും സൂചനയുണ്ട്. MK രാഘവൻ MP ചെയർമാനായ പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിലെ നിയമന തർക്കത്തിൽ പരിഹാരം കാണാനാകാതെ KPCC സമിതി. അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സമിതിയാണ് പ്രശ്നപരിഹാരത്തിനായി ഇരുവിഭാഗവുമായി സംസാരിച്ചത്. നിയമന കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന് MK രാഘവൻ നേരത്തെ നിലപാടെടുത്തതിനാൽ പരസ്യ ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കാൻ മാത്രമേ സമിതിക്ക് കഴിഞ്ഞുള്ളൂ. നടപടി പിൻവലിക്കണമെന്ന ആവശ്യം KPCC നേതൃത്വത്തെ അറിയിക്കാമെന്ന് പറഞ്ഞ് സമിതി അംഗങ്ങൾ മടങ്ങി. കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി രമേശ് ചെന്നിത്തല. കാര്യങ്ങൾ കൂടിയാലോചിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ടെന്നും പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാക്കും എന്നതിനാൽ കൂടുതൽ തുറന്നു പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുനഃസംഘടന ഉടനെയൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും അത്തരം വാർത്തകൾ വരുന്നത് ഏത് കോണിൽ നിന്നാണെന്ന് സംശയമുണ്ടെന്നും ചെന്നിത്തല പറയുന്നു. VD സതീശന്റെ നീക്കങ്ങളിൽ അതൃപ്തിയുള്ള ചെന്നിത്തല അടുത്തിടെ ചാണ്ടിയുമ്മന്റെ തുറന്നുപറച്ചിലിനെയും പിന്തുണച്ചിരുന്നു. CPIMന്റെ സംഘടനാ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമരീതി തികഞ്ഞ നിരുത്തരവാദിത്തപരമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിലെത്തിയ RSS നേതാവ് സന്ദീപ് വാര്യർക്ക് ചുമതല നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ സന്ദീപിന് എന്ത് സ്ഥാനം നൽകണമെന്നതിൽ ഇനിയും ധാരണയായിട്ടില്ല. അദ്ദേഹത്തെ കോൺഗ്രസിലെത്തിച്ചത് സംബന്ധിച്ച് അവകാശവാദവും തർക്കവും തുടരുന്നതിനിടയിലാണ് തീരുമാനം വൈകുന്നത്. നേതാക്കളുടെ ഒപ്പം നിൽക്കുന്നവർക്ക് പദവി നൽകുമെന്ന കീഴ്വഴക്കം നിലനിൽക്കുന്ന കോൺഗ്രസിൽ സന്ദീപ് വാര്യർ ഏത് പക്ഷത്താണ് എന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു.
എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.